വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ് ധന്യ? വർഗീയത എന്ന് പറഞ്ഞാൽ പരമത വിദ്വേഷമാണ്. എൻ്റേതല്ലാത്ത എല്ലാ മതങ്ങളും നിഷ്കാസനം ചെയ്യപ്പെടണം, ഇവിടെ നാട്ടി ഓടിക്കപ്പെടണം, അവർ മോശക്കാരാണ്, അങ്ങനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിനാണ് വർഗീയത എന്ന് നമ്മൾ പറയുക. മുസ്ലിം ലീഗ് ആവട്ടെ നിരന്തരം ഞങ്ങൾ വർഗീയ സംഘടനയായി പോകുമോ എന്ന ഭയത്താലേ ജീവിക്കുന്ന ഒരു സംഘടനയാണ് അല്ലേ. എപ്പോഴും അതിൻ്റെ മതനിരപേക്ഷതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മതനിരപേക്ഷമാകാൻ എപ്പോഴും ആഗ്രഹിക്കുകയും മുസ്ലിം ലീഗായാലും അതിൻ്റെ മറ്റ് ഫ്രാക്ഷൻസ് ആയാലും എല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. പേരിട്ട് കുടുങ്ങിയതാണ്. പേര് മാറ്റണമെന്നുള്ള ആലോചന പോലും ഒരു ഘട്ടത്തിൽ ആ പാർട്ടി നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു പാർട്ടി നിങ്ങളൊരു മതവർഗീയ സംഘടനയാണെന്ന് ആക്ഷേപം കേൾക്കുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. ഇപ്പോൾ രണ്ടാമത്തേത്, ഏത് പാർട്ടിക്കകത്തും ചിലപ്പോൾ അങ്ങനത്തെ എലമെൻറ്റ്സ് വന്നുകൂടാമല്ലോ. അപ്പോൾ പി കെ നവാസിൻ്റെ നേതൃത്വത്തിലുള്ള MSF മതവർഗീയ സംഘമായി പ്രവർത്തിക്കുന്നുവെന്നാണ് സഞ്ജീവ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ സഞ്ജീവിനെ അതിനുള്ള കാരണങ്ങൾ കാണാം എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് സഞ്ജീവ് ദീർഘമായ വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സഞ്ജീവ് ഈ MSFകാർ വർഗീയവാദികളാണ്, അപ്പം ഭയങ്കര വർഗീയവാദ സംഘമായി മാറുന്നുള്ള കവിഞ്ഞ ആക്ഷേപമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അപ്പോൾ അതിനുള്ള തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കുമായിരിക്കും. ഇന്നയിടത്ത് ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഇന്നയിടത്ത് ഇന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തി എന്നതിനെക്കുറിച്ച് തെളിവുകൾ മുൻനിർത്തിക്കൊണ്ട് താൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമല്ല, താൻ പറഞ്ഞത് കൃത്യമാണെന്ന് സ്ഥാപിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞില്ല. മറിച്ച് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവിൻ്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഒരു മോശം സംഘടനയല്ല എന്ന് സർട്ടിഫൈ ചെയ്തു. പിന്നെ വേറെ ചില വാക്കുകൾ ഉപയോഗിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്ക് താല്പര്യമുള്ള വാക്കുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ വർഗീയ സംഘടന എന്നുള്ള തെളിവ് കിട്ടിയില്ലെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ നവാസ് വാർത്താ സമ്മേളനം നടത്തിയില്ലായിരുന്നുവെങ്കിലും താൻ പറഞ്ഞ ആക്ഷേപത്തിന് തെളിവ് നിർത്താനുള്ള ബാധ്യത സഞ്ജീവനുണ്ടല്ലോ. അതെവിടെയെന്ന് എൻ്റെ ചോദ്യം. അതായത് ഹിന്ദുക്കളെ തോൽപ്പിക്കണമെന്ന് നവാസിൻ്റെ സംഘടനക്കാരും പറയുന്നുണ്ടോ? ക്രിസ്ത്യാനികളെ തോൽപ്പിക്കണമെന്ന് പറയുന്നുണ്ടോ? ജൈനരെയും പാഴ്സികളെയും തോൽപ്പിക്കണമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് മുന്നോട്ട് വെക്കേണ്ട കാര്യം. നമ്മളല്ലാത്ത എല്ലാവരും മോശക്കാരാണെന്നുള്ള രഹസ്യ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശം പുറത്തു വയ്ക്കേണ്ടതുണ്ട്. അല്ലാതെ കേവലമായ ആക്ഷേപം ഉന്നയിക്കുക. നിങ്ങൾ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ അത് ഈ സഞ്ജീവനെ പിന്തുണച്ചുകൊണ്ട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. അവർ പറയുന്നത് മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, മുസ്ലിം യൂത്ത് ലീഗ്, ഇതൊക്കെ പിന്നെ വർഗീയത അല്ലാതെ പിന്നെ എന്താണെന്നാണ്. അത് വർഗീയതയായാൽ അത് വർഗീയതയായിട്ടാണ് കാണാൻ പോകുന്നതിൽ കാര്യം പിന്നെ വേറെ ലെവലിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണം. കാരണം മുസ്ലിം, ഞാൻ നേരത്തെ പറഞ്ഞു, വർഗീയത എന്ന് പറഞ്ഞാൽ പരമത വിദ്വേഷമാണ് വർഗീയത. അതായത് മറ്റുള്ള മനുഷ്യരെ കുറച്ച് കാണുക, മറ്റുള്ള മനുഷ്യർക്കെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കുക, മറ്റുള്ള മനുഷ്യർ ഞങ്ങളെക്കാൾ മോശക്കാരാണെന്ന് കണ്ട് അവരെ ആട്ടിപ്പായിക്കാനോ കൊന്നു തീർക്കാനോ ഒക്കെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ അത്തരം ആശയത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നാണ് വർഗീയത. ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾ, ദുർബല വിഭാഗങ്ങൾ, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല, ഞങ്ങൾ ആട്ടിയകറ്റപ്പെടുന്നു എന്നതിന് പറഞ്ഞ് നിങ്ങൾ വർഗീയത കാണാൻ പാടില്ല. നിങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് കേരളത്തിലുണ്ട്. അവരെല്ലാം വർഗീയമാണെന്ന് നമുക്ക് ആക്ഷേപമുണ്ടോ? നായർ സർവീസ് സൊസൈറ്റി വർഗീയമാണെന്ന് നമുക്ക് ആക്ഷേപമുണ്ടോ? SNDP യോഗം വർഗീയമാണെന്ന് ആക്ഷേപമുണ്ടോ? അവരൊക്കെ അവരുടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കും. സോ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതനിരപേക്ഷത എന്ന വാക്കിൻ്റെ അർത്ഥം മതങ്ങളെല്ലാം പുറത്തു നിൽക്കും, ഞങ്ങളൊരു മതനിരപേക്ഷ സൊസൈറ്റി ഉണ്ടാക്കട്ടെ എന്നുള്ളതല്ല. എല്ലാ മതങ്ങളെയും അവരുടെ എല്ലാ ആചാരങ്ങളെയും അവർക്ക് വിശ്വസിക്കാനും ആ വിശ്വാസം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശത്തെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അതാണ് ഇന്ത്യൻ മതനിരപേക്ഷത. വേറെ രാജ്യങ്ങളിലൊക്കെ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളില്ലാത്ത സൊസൈറ്റിയാണ്. ഇന്ത്യൻ മതനിരപേക്ഷത ഈ പൂർവ്വപിതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതസംഘടനയോ മതമോ അവരുടെ പേര് പറഞ്ഞു എന്നുകൊണ്ട് അതിനെ വർഗീയതയായി ചാപ്പകുത്തരുത്. സഞ്ജീവ് അങ്ങനെ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. സഞ്ജീവനെ ന്യായീകരിക്കാൻ എന്ന മട്ടിൽ വരുന്ന ആളുകൾക്കിടയിൽ വ്യാപകമായി ഇത് കാണുന്നുണ്ട്. അപ്പോൾ വർഗീയത എന്നതിനെ നിങ്ങൾ ശരിയായിട്ട് വിവക്ഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുക. രണ്ടാമത്തേത്, MSF എന്തെങ്കിലും തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തോടെ അത് പുറത്തു കാണിക്കാനുള്ള ബാധ്യത MSFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറയുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ നാവായി മാറിയിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങൾ തമ്മിലുള്ള ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ടെർമിനോളജി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. അത് MSFനെ ഒരു വർഗീയ സംഘടനയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാം സഞ്ജീവിൻ്റെ സംഘടനയും അതിൻ്റെ മാതൃസംഘടനയും എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, ചരിത്രം എന്ന് പറയുന്നതിനെ മറന്നുപോയ ഓർമ്മയില്ലാത്ത മനുഷ്യരല്ല മുമ്പിലിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി CPIMന് എവിടെയൊക്കെ ബന്ധമുണ്ടായിരുന്നു, CPIMൻ്റെ ഏതൊക്കെ മുതിർന്ന നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ സർട്ടിഫൈ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. CPIMൻ്റെ PB അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളതിനെ കാര്യമായി കാണുന്നു എന്ന് പറയുന്ന സൗണ്ട് ബൈറ്റ് ഇപ്പോഴും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വോട്ട് ചെയ്യുന്നതിനുള്ള അതൃപ്തിയാണ് മറ്റേ വിഭാഗത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ. ഈ പറയുന്ന CPIMൻ്റെ മുതിർന്ന നേതാവായ പാലോളി മുഹമ്മദ് കുട്ടി, ഞങ്ങളും അവരുമായി പല മേഖലകളിലും യോജിക്കുന്നവരായിരുന്നു, ആ യോജിപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട് എന്ന് നിയമസഭാ TV കൊടുത്ത അഭിമുഖത്തിലെ ക്ലിപ്പ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ മലബാറിൽ പലയിടത്തും ലോക്കൽ ബോഡികളിൽ ഒരുമിച്ച് മത്സരിച്ച് ജയിക്കുകയും ഒരുമിച്ച് ഭരണകൂടങ്ങളെ കൊണ്ടുപോയി ചരിത്രം മലയാളിയുടെ സമീപ ചരിത്ര സ്മൃതിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചുകൊണ്ട് സർവ്വതും. ജമാഅത്തെ ഇസ്ലാമി ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം പണ്ട് മുതലേ ഉള്ള ഒരു ഭരണഘടനയും പണ്ട് മുതലുള്ള പ്രവർത്തന പരിപാടിയും നയപരിപാടിയായിട്ട് പോകുന്നതാണ്. അവർ മിനിഞ്ഞാന്ന് നയമൊന്നും മാറ്റിയായിട്ട് എനിക്കറിയില്ല.
അപ്പോൾ ഇത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നല്ലത്, ജമാഅത്തെ ഇസ്ലാമി ഇവരും നല്ലത് പറഞ്ഞു, വി ഡി സതീശനും നല്ലത് പറഞ്ഞിട്ടുണ്ട്, പി കെ നവാസും നല്ലത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരൊരു നയം മാറ്റി, ഇപ്പോൾ ഒരു നയം മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ കൂടുന്നവരെല്ലാം വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഓഡിറ്റ് ചെയ്യല്ലേ, എല്ലാവരുടെയും മുമ്പിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് സഞ്ജീവിനോട്, ഇതൊരു വർഗീയ സംഘടനയാണെന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള വർഗീയത എന്താണ്, അവർ ചെയ്തിട്ടുള്ള പരമത വിദ്വേഷം എന്താണ്, ഇന്ത്യൻ ഡെമോക്രസി എന്ന ആശയത്തിനോട്, ഇന്ത്യൻ മതനിരപേക്ഷത എന്ന ആശയത്തിനോട്, സൗഹാർദ്ദ ജീവിതം എന്ന ആശയത്തിനോട് പി കെ നവാസും അദ്ദേഹത്തിൻ്റെ ടീമിന് ചെയ്ത പാതകം എന്നാണ്, അത് പറയണം. ആക്ഷേപം ഉന്നയിക്കാൻ ആർക്കും പറ്റും, നിങ്ങൾ വർഗീയവാദികളല്ലേ എന്ന ആക്ഷേപം. ഇതേ മുസ്ലിം ലീഗിനെ കുറിച്ച് നല്ലതും ചീത്തയും, മുസ്ലിം ലീഗിനെ കുറിച്ച് പോലും അതൊരു മതവർഗീയ സംഘടനയല്ല എന്ന ഒഫീഷ്യൽ നിലപാട് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് പലകുറി വന്നിട്ടുണ്ട്, നമുക്കറിയാം. ലീഗിനെ പലകുറി നിയമസഭയിലടക്കം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നേതാക്കൾ, നമുക്കറിയാം. അപ്പോൾ ഇത് പറയുന്നതിന് വ്യക്തത വേണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ചോദിച്ചാൽ നമുക്ക് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. അതായത് പുതിയ പുതിയ തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. ആ പോകുന്ന ഘട്ടത്തിൽ പലതിനെയും മറികടക്കാൻ പലതരത്തിലുള്ള സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം സമവാക്യങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്നതാണോ, അതോ ഇതിന് മുമ്പ് പല തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടതിന് ശേഷം മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്, മലപ്പുറത്ത് പ്രശ്നമുണ്ട് എന്ന മട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് CPI-ൻ്റെ പോലും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നാം കണ്ടിട്ടുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തോറ്റതിന് ശേഷം, തോൽവിക്ക് ശേഷം സ്വാഭാവികമായും മാതൃസംഘടനാ നേതാക്കൾ പറയുന്ന പോലെ പറയാൻ ശ്രമിച്ചതാണോ എന്ന സംശയം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടുമല്ല എങ്കിൽ, നിങ്ങളൊരു മനഃപൂർവ്വമായ ഡിവൈഡ് ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങൾ തോറ്റതിൻ്റെ ശൗര്യം തീർക്കാൻ അവരിൽ മേൽ തീവ്രവാദം ആരോപിക്കുകയല്ല ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ പറയണം അവർ പറഞ്ഞ വർഗീയത എന്താണെന്ന്. കേവലമായ ആരോപണം ഉന്നയിച്ചതല്ല, അവിടെ ഇങ്ങനെ പറഞ്ഞുള്ളതല്ല. അങ്ങനെ നോക്കിയാൽ PM ആർഷോയെക്കുറിച്ച് ദലിതാക്ഷേപം നടത്തിയതിനെക്കുറിച്ചുള്ള ആരോപണം ഇവിടെ ഉണ്ട്, ഇല്ലേ? അതെല്ലാം നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നവാസ് അവിടെ പറഞ്ഞു, നവാസിൻ്റെ കമ്മിറ്റിയിൽ ഇവിടെ പറഞ്ഞു എന്നുള്ളതല്ല, പ്രൂഫ് മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ വർഗീയത ആരോപിക്കാവൂ. കാരണം അത്രയും സങ്കീർണമാണ് നമ്മുടെ സൊസൈറ്റി, അത്രയും ഏത് സമയത്തും പൊട്ടാവുന്ന തരത്തിലുള്ള വൈകാരികമായ മുഹൂർത്തങ്ങളാൽ നിറഞ്ഞിട്ടുള്ള കോംപ്ലക്സായ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഏതൊന്നിനെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് റെസ്പോൺസിബിൾ ആയിരിക്കണം, അത് വളരെ പ്രധാനമാണ്. റെസ്പോൺസിബിൾ അല്ലാതെ നിങ്ങളുടെ വൈകാരിക നേട്ടത്തിന്, നിങ്ങളുടെ കേവല നേട്ടത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയരുതെന്ന് മാത്രമേ എനിക്ക് അന്നും ഇന്നും പറയാനുള്ളൂ.